പ്രൈസ് ലോർഡ്. വേദശാസ്ത്രത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഇന്ന് ഭൂരിഭാഗം വിശ്വാസികളും പാപം ചെയ്യാനുള്ള കാരണം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന് പാപബോധത്തെക്കുറിച്ചാണ് ഭൂരിഭാഗം ദൈവദാസന്മാരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ പാപബോധം വേണം എന്നാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ആർക്കാണ് ഈ പാപബോധം വേണ്ടത്? ഒന്ന്, കുറ്റബോധമുണ്ട്. അത് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടാത്ത വ്യക്തികളിൽ കുറ്റബോധമാണ് ഉള്ളത്. കാരണം അത് പരിശുദ്ധാത്മാവല്ല കുറ്റബോധം തോന്നിപ്പിക്കുന്നത്. അപ്പോൾ ഈ കുറ്റബോധം എന്ന് പറഞ്ഞാൽ ചെയ്ത് തെറ്റാണെന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടാവും. ചിലർ കണ്ടിട്ടില്ലേ, ഇന്നാള് കൂട്ടുകാർ കൂടിയിട്ട്, സഹോദരന്മാർ കൂടിയിട്ട് എന്ത് ചെയ്തു, ഒരു വ്യക്തിയെ അടിച്ചു കൊന്നു. നമ്മളെല്ലാം വീഡിയോ കണ്ടതാ. അപ്പം അവർ മദ്യ ലഹരിയിലായിരുന്നു. പക്ഷെ രാവിലെയാണ് ലഹരി ഇറങ്ങിക്കഴിഞ്ഞപ്പം അവർ ചെയ്തത് തെറ്റാണെന്നുള്ളൊരു കുറ്റബോധം അവരുടെ മനസ്സിലേക്കുണ്ടായി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. മിക്ക കൊലപാതകങ്ങളുടെയും പുറകില് ആ സമയത്ത് അവർ ദേഷ്യപ്പെടുകയും ആ സമയത്ത് ഒരു നിമിഷത്തേക്ക് അവർ എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള അതിക്രമങ്ങളൊക്കെ പ്രവർത്തിക്കും. പക്ഷേ അത് കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഒരു കുറ്റബോധം ഉണ്ടാവും. അപ്പൊ ഇതൊരിക്കലും യഥാർത്ഥമായൊരു പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയല്ല. അത് ലോകത്തിലുണ്ടാകുന്ന നാച്ചുറൽ ഒരു സ്വഭാവമാണ്, ജഡത്തിലുണ്ടാകുന്ന, ശരീരത്തിലുണ്ടാകുന്ന ഒരു സ്വഭാവമാണത്. പക്ഷേ പാപബോധം എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവാണ് കൊണ്ടുവരുന്നത്. പക്ഷെ അത് ആർക്കാണ്? നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നത് അത് വിശ്വാസികൾക്കാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ബൈബിൾ എന്താണ് പറയുന്നത്? ബൈബിൾ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. യോഹന്നാന്റെ വിശേഷം 16-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഞാൻ വായിക്കുന്നു. ആ വാക്യം ഇങ്ങനെ പറയുന്നത്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. നിങ്ങൾ ശ്രദ്ധിക്കണം, വിശ്വാസിക്ക് ബോധം വരുത്തുന്നല്ല. ഇതാരെക്കുറിച്ചാണെന്ന് 7-ാം വാക്യം തൊട്ട് പറയുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. കാര്യസ്ഥനാവുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ പോയാൽ അവന് നിങ്ങളുടെ അടുക്കൽ അയക്കും. എന്നിട്ടാണ് പറയുന്നത്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പൊ പാപത്തെക്കുറിച്ച് ഒരു വിശ്വാസിക്കല്ല ബോധം വരുത്തുന്നത്. അതെന്താ ഞാൻ പറയാൻ കാരണം എന്നറിയാമോ? ഒരു വിശ്വാസിക്ക് പാപത്തെക്കുറിച്ചല്ലല്ലോ ബോധം വരുത്തേണ്ടത്. കാരണം അവൻ പാപിയാണെന്നുള്ള ബോധ്യം അവനിൽ ഉണ്ടായതിനു ശേഷം ആ പാപത്തെ ഏറ്റുപറഞ്ഞ് അവൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. നമുക്കതിന് തെളിവെടുക്കാം. റോമാലേഖനം അതിന്റെ 3-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. ആ വാക്യം ഇങ്ങനെ പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. അപ്പൊ എല്ലാവരും എന്ന് പറഞ്ഞാൽ ആദാമ്യ സന്തതികളെല്ലാം പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. 24-ാം വാക്യം പറയുന്നു, അവന്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെടുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാവരും പാപം ചെയ്തു. അപ്പൊ ആ പാപത്തിൽ നിന്ന് നമ്മൾ എപ്പോഴാണ് നീതീകരിക്കപ്പെട്ടത്? യേശുവിന്റെ രക്തത്താൽ. അതുകൊണ്ട് ക്രിസ്തുവേശുവിങ്കലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെട്ടു. അപ്പൊ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി പാപത്തിൽ നിന്ന് യേശു ക്രിസ്തുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെട്ടവനാണ്. അപ്പൊ അവന് പിന്നെ നീതീകരിക്കപ്പെട്ടവന് പിന്നെ പാപത്തെ കുറിച്ച് എന്തിനു ബോധ്യം കൊടുക്കണം? അപ്പൊ പാപത്തെ കുറിച്ച് ബോധ്യം ഉള്ളത് കൊടുക്കേണ്ടത് ആർക്കാണ്? ലോകത്തിനാണ്. അതാണ് പരിശുദ്ധാത്മാവോടെ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ആ ലോകത്തിന് പാപത്തെ കുറിച്ച് ബോധ്യം വരുത്തും. അപ്പൊ യഥാർത്ഥത്തില് രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദനയെ എങ്ങനെയാണ് ബോധം വരുത്തേണ്ടത്? അവന് നീതിബോധമാണ് വേണ്ടത്. നീതീകരിക്കപ്പെട്ടവനായതുകൊണ്ട് നീതിബോധം വേണം. ഇപ്പം ചിലരൊക്കെ പറയുന്നത് എങ്ങനെയാണ്, പാപത്തെ കുറിച്ച് ബോധ്യം വേണമെങ്കിൽ പാപം ചെയ്യേണ്ടേ ഭാഷ എന്ന് ചോദിക്കുന്നേ അല്ലെ? അപ്പൊ നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചെന്താണ്? പാപബോധം വേണം, പാപബോധം വേണം. അതുകൊണ്ട് ഇന്നത്തെ വിശ്വാസികൾ പാപികളായി തീരുകയാണ്, പാപം ചെയ്യാണ്. പാപം ചെയ്യാത്തവന് പാപബോധത്തിന്റെ ആവശ്യമില്ലല്ലോ.
അപ്പൊ നമ്മുടെ പഠിപ്പിക്കല് ദൈവവചനത്തിന് വിപരീതമായ പഠിപ്പിക്കലാണ് പഠിപ്പിക്കുന്നത്. ലോകത്തിന് പാപബോധം വേണമെന്ന് ബൈബിൾ പറയുമ്പോൾ നമ്മളെന്താണ്? രക്ഷിക്കപ്പെട്ട ദൈവമക്കളായ വിശ്വാസികൾക്ക്, നീതീകരിക്കപ്പെട്ടവർക്ക് വീണ്ടും പാപബോധം വേണമെന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക്, രക്ഷിക്കപ്പെട്ട നമുക്ക് പാപബോധമല്ല നീതിബോധമാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ച് ക്രിസ്തുയേശുവിൽ വീണ്ടെടുപ്പ് മുഖാന്തരം നീതീകരണം പ്രാപിച്ച് നീതീകരിക്കപ്പെട്ടവരാണ് നമ്മൾ. അപ്പൊ നമുക്ക് എന്ത് വേണം? ഇനി നമ്മൾ പാപം ചെയ്യാൻ പാടില്ല എന്നുള്ള നീതിബോധമാണ് നമുക്ക് വേണ്ടത്. അപ്പൊ കുറ്റബോധമല്ല നമുക്ക് വേണ്ടത്, പാപബോധമല്ല നമുക്ക് വേണ്ടത്, നമുക്ക് വേണ്ടത് നീതിബോധമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു, ഇപ്പോൾ യേശുവിന്റെ രക്തത്തിൽ കഴുകൽ പ്രാപിച്ച ക്രിസ്തുയേശുവിൽ വീണ്ടെടുപ്പ് മൂലം ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ഇനി ഞാൻ നീതിക്ക് ജീവിക്കേണ്ടവനാണ്. ഞാൻ ദൈവ പൈതലാണ്, അതുകൊണ്ട് ഞാൻ നീതിക്ക് ജീവിക്കേണ്ടവനാണെന്നുള്ള നീതിബോധമാണ് നമുക്ക് വേണ്ടത്. ആ ബോധത്തിൽ നിന്ന് മാത്രമേ നമുക്ക് പാപം ചെയ്യാതെ വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതെങ്ങനെയാണ് പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു നിൽക്കുക? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരുവനാണല്ലോ പ്രമാണമുള്ളത്. അതുകൊണ്ടാണ് റോമാലേഖനം തന്നെ 6-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം പറഞ്ഞെങ്ങനെയാണ്? റോമാലേഖനം 6-ന്റെ 17-ാം വാക്യം അവിടെ ഇരിക്കുന്നു, എന്നാൽ നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഇവിടെ വളരെ വ്യക്തമാണ്, നീതീകരിക്കപ്പെട്ടവർ പിന്നീട് എന്ത് ചെയ്യാണ്? ദൈവവചനം പഠിക്കുകയാണ്, അല്ലെ? എങ്ങനെയാണ്? സുവിശേഷം പറഞ്ഞിട്ടല്ലേ ഒരു വ്യക്തി രക്ഷയിലേക്ക് വരുന്നേ. അപ്പൊ അങ്ങനെ ആ വചനം പഠിച്ചത് മൂലം അവൻ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീരുകയാണ്. അപ്പൊ നീതിക്ക് ദാസന്മാരായി തീർന്നാൽ നമുക്ക് നീതിബോധമാണ് ഉണ്ടാകേണ്ടത്. അതാണ് അതിന്റെ മുന്നത്തെ വാക്യങ്ങളൊക്കെ പറഞ്ഞെങ്ങനെയാണ്? നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ ഇനി എന്ത് ചെയ്യരുത്? സമർപ്പിക്കരുത് എന്നിട്ടാണ് ഈ വാക്യം ഇങ്ങനെ പറഞ്ഞു വരുന്നത്. എന്നിട്ട് 18-ാം വാക്യം പറഞ്ഞു, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അതിന്റെ 20-ാം വാക്യം പറയുന്നു, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. നിങ്ങൾ അന്ന് നിങ്ങൾക്ക് എന്തൊരു ഫലമുണ്ടായിരുന്നു? ഇപ്പോൾ നിങ്ങൾക്ക് ലജ്ജ തോന്നുന്നത് തന്നെ അതിന്റെ അവസാനം മരണമാണ്. 22-ാം വാക്യം ശ്രദ്ധിക്കുക, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തവും നിത്യജീവനുമാണ്. അപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് നീതീകരണം ലഭിച്ച് നമ്മൾ ദൈവത്തിന് ദാസന്മാരായിട്ട് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണമാണ്. 1. 2, അതിന്റെ അന്തം നിത്യജീവനുമാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവവേദലും എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് ആ നീതിബോധമാണ് എന്നിൽ വസിക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഇനി എന്ത് ചെയ്യരുത്? പാപത്തിന് വേണ്ടി സമർപ്പിക്കരുത്, പാപത്തിന് വേണ്ടി ജീവിക്കരുത്, കാരണം ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ അതാണ് ഈ റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം പറയുന്നത് എങ്ങനെയാണ്? 11-ാം വാക്യം പറയുന്നത് എങ്ങനെയാണ്? അവണ്ണം നിങ്ങളും പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുയേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവരെന്നും നിങ്ങളെ തന്നെ എണ്ണുവീ. അപ്പൊ ഇനി പാപബോധമല്ല വേണ്ടത്, കാരണം പാപസംബന്ധമായിട്ട് നമ്മൾ എന്താണ്? മരിച്ചവരാണ്. ഇനി നമ്മൾ എന്താണ്? ദൈവത്തിന് ജീവിക്കുന്നവർ, നീതിക്ക് വേണ്ടി ജീവിക്കുന്നവർ, ദൈവത്തിന്റെ മക്കളായിട്ട് ജീവിക്കുന്നവർ. അതുകൊണ്ട് ആ നീതിബോധം നമ്മുടെ മനസ്സിലുണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പാപം ചെയ്യാതെ വിശുദ്ധിക്ക് വേണ്ടി ജീവിക്കേണ്ടവരാണ്. അപ്പോൾ മാത്രമേ അതിന്റെ അവസാനം എന്താണ്? അതാണ് അവിടെ പറഞ്ഞു വെച്ചത്. അതിന്റെ 22-ാം വാക്യം പറഞ്ഞു, എന്നാൽ ഇപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിന് ദാസന്മാരായിരിക്കാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലം വിശുദ്ധീകരണവും അതിന്റെ അന്തം നിത്യജീവനുമാണ്. അപ്പൊ നീതിബോധത്തോടെ ജീവിച്ചാൽ മാത്രമേ വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ നമ്മൾ എവിടെ എത്തും? നിത്യജീവങ്കലേക്ക്, നിത്യജീവന്റെ പൂർണ്ണതയിലേക്ക് എത്തുമെന്ന് ഇവിടെ പറഞ്ഞു വെച്ചത്. യേശുക്രിസ്തു നമ്മൾ നിത്യജീവനാക്കി. പക്ഷെ അതിന്റെ അന്തം എന്ന് പറഞ്ഞ വിശുദ്ധീകരണം പ്രാപിച്ച് അതിന്റെ അന്തം എന്താണ്? നമുക്ക് ലഭിക്കാൻ പോകുന്ന നിത്യജീവനാണ് എന്ന് പറഞ്ഞ കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിലല്ലേ വിശുദ്ധീകരണം പ്രാപിച്ച് നമ്മൾ തേജസ്കരിക്കപ്പെടുന്നത്.
ആ കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടുന്നത്. ആ സമയത്തെക്കുറിച്ചാണ്, പൂർണ്ണമായും നിത്യജീവനിലേക്ക് നമ്മൾ എത്തിച്ചേരുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറ്റബോധമല്ല വേണ്ടത്, നമുക്ക് പാപബോധമല്ല വേണ്ടത്, നമുക്ക് നീതിബോധമാണ് വേണ്ടത്. അമേൻ. ഇതിനെക്കുറിച്ച് ഒന്നും കൂടെ അവിടെ തെളിയിക്കുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തില്. അവിടെ പറയാണ്, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 8-ാം വാക്യമാണ് വായിച്ചത്. അതിന്റെ 8-ാം വാക്യമാണ് വായിച്ചത്. ആ 8-ാം വാക്യം നമ്മൾ എന്ത് വായിച്ചു? അവിടെ പറഞ്ഞെങ്ങനെയാണ്? അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും, പരിശുദ്ധാത്മാവ് വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആർക്ക് ബോധം വരുത്തും? ലോകത്തിന് ബോധം വരുത്തും. എന്നിട്ട് 10-ാം വാക്യം പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും. കണ്ടോ? അവൻ പറയാണ്, നീതിയെക്കുറിച്ച് ആർക്കാണ്? നമുക്കാണ് ബോധം വരുത്തുന്നത്. ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. കണ്ടോ? അപ്പോൾ നമ്മളിൽ എന്ത് വേണം? എന്നിട്ട് പിന്നെയും 13-ാം വാക്യം പറഞ്ഞു, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ യഥാർത്ഥത്തില് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് വേണ്ടത് പാപബോധമല്ല, നീതിബോധമാണ് വേണ്ടത്. അങ്ങനെ ആ ഒരു ബോധം നമ്മൾ ഉണ്ടെങ്കിൽ, നമ്മൾ ദൈവത്തിന്റെ മക്കളാണെന്നും നമ്മൾ നീതീകരിക്കപ്പെട്ടവരാണെന്നും, അത് ഇനി നമുക്ക് നീതിബോധമാണ് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പാപം കൂടാതെ വിശുദ്ധിയോടുകൂടെ കർത്താവിന് വേണ്ടി നിൽക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.